മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഒരു നമ്പറിന്റെ അതുപോലെ ഒരുപാട് നമ്പറുകൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ വൺസ് പ്ലേസിലെ ഡിജിറ്റ് ഏതായിരിക്കും, ഒന്നിന്റെ സ്ഥാനത്തിലെ അക്കം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന വിവിധ ടൈപ്പുകൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങൾക്ക് ബോർഡിൽ പല ക്വസ്റ്റ്യനും കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആണ്. 1947 ഈ നമ്പറിന് ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എഴുതി വെച്ചാൽ നിങ്ങൾ ഉത്തരം പറയും 7. ഡിജിറ്റ് ഇൻ ദ നമ്പർ 1947 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും 7 എന്ന് പറയും. ഓക്കെ, ഇനി ഈ 1947 പകരം 7 എന്ന് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ 194 വൺസ് പ്ലേസിൽ 4 ഏറ്റവും അവസാനം വരുന്നതാണ് 4 അല്ലെ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നോക്ക. 1 into 2 into 3 into 4 into etc. 99 ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ വലിയൊരു നമ്പർ കിട്ടും. ആ നമ്പറിൽ വൺസിന്റെ പ്ലേസിൽ എത്ര വരും എന്നുള്ളതാണ്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് ചെറിയതായിട്ടൊരു പ്രോബ്ലം പറയാം. 83 into 27 ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര അവസാനം വരും? നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അവസാനം വരുന്ന നമ്പർ ഒന്നിന്റെ സ്ഥാനത്തുള്ള നമ്പർ ആണല്ലോ, അപ്പൊ അത് കിട്ടുക ഏതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 7ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. അതായത് 3ഉം 7ഉം ഇതിന്റെ ഒന്നിന്റെ സ്ഥാനവും അതിന്റെ ഒന്നിന്റെ സ്ഥാനം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 into 7 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 21 കിട്ടും. ആ 1 ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? ആൻസർ നമുക്ക് കിട്ടും 1 എന്ന് പറയുന്നു. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനം വരുന്നത് ഏതാണ്? 1 ആണ് വരുന്നത്. ആ 1 വരുന്ന കാരണം 3 ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് 3 ആണ്, ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് 7 ആണ്. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുമ്പോഴുള്ള സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, നോക്ക് 462 323 126 എന്താ സിംപ്ലൈ ചെയ്യേണ്ടത്? 2 ഇവിടെ 3 ഇവിടെ 6 അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 3 into 6 2 3 6 6 36 അല്ലെ. 2 3 6 6 into 6 36. അപ്പൊ ആൻസർ ഏതാ വരിക? 6. അപ്പൊ ആൻസർ കിട്ടും 6. അപ്പൊ അതും നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇത് നോക്കുക. ഇപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇപ്പോ വരുന്നത് ഇങ്ങനെ ഒരു സീക്വൻസ് 5 1 2 3 4 ഇങ്ങനെ എക്സെട്ര. അപ്പൊ 99 വരുമ്പോ എത്ര അവസാനം വരുന്നു? ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അവസാനം വരുന്നത് ലാസ്റ്റ് 0 ആയിരിക്കും. ഇവിടെ എന്തൊക്കെയോ നമ്പർ വരും, അവസാനം ഇവിടെ 0 ആയിരിക്കും. അതെങ്ങനെ കിട്ടി എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. അതായത് 1 2 3 4 5 എന്നൊക്കെ പറയുമ്പോ ഇതിനടിയിൽ എത്ര വരും? 9 വരും, 10 വരും, 11 12 ഇങ്ങനെ 99 വരെയുള്ള നമ്പർ വരില്ലേ? ഈ 10ലും 20ലും ഒക്കെ 0 കാണൂലേ? അവസാനം 0 ഉള്ള ഒരു നമ്പറിനെ കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഏറ്റവും അവസാനം എപ്പോഴും 0 വരിക. അപ്പൊ ആ ഐഡിയ വെച്ചിട്ടാണ് ഇതിൽ 0കളുടെ നമ്പർ ഉണ്ട്, അതുകൊണ്ടാണ് അതിന്റെ ആൻസർ അവസാനം നമുക്ക് 0 കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ ആയി പറഞ്ഞ ഏറ്റവും അതാണ് വഴി. ഇനി ഇത് നോക്ക് 1 3 5 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 into 3 into 5 into 7 into അങ്ങനെ 99 വരെ. ഈ നമ്പറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ് അല്ലെ, ഓഡ് നമ്പേഴ്സ് ആണ്, ഓടാണ്, ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ ഏറ്റവും അവസാനം ഏത് നമ്പർ വരുന്നതാണ് നിങ്ങൾക്ക് ഊഹിച്ചിട്ടെടുക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുകയാണ്. നോക്കുക, ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറാണ്. ഇതിൽ 0 വരില്ല, എല്ലാം ഒറ്റ സംഖ്യയായിട്ട് 0 വരുന്ന നമ്പർ വരില്ല. നോക്ക്, ഇതിൽ 5 വരുന്നുണ്ട്. 5നെ ഏത് ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അവസാനം 5 തന്നെ വരും. ഡൗട്ട് ഉണ്ട് നോക്കാം. 3 into 5 15 5 into 7 35 ഇനി 5 into 9 ആണെന്ന് വെച്ചോ 45. അപ്പൊ അവസാനം നമുക്ക് എത്ര വരും? 5 ആണ് ആൻസർ വരിക. അതുകൊണ്ട് 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യ ഗുണിക്കുമ്പോൾ അതിന്റെ അവസാനം വരുന്ന ആൻസർ എത്ര യൂണിറ്റ് പ്ലേസിൽ വരുന്നത്? 5 ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 into 3 into 5 into 7 into 97. ഈ നമ്പറിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് അഭാജ്യ സംഖ്യകളാണ്. 2 3 5 7 97 വരുന്നുണ്ട്. ഒറ്റ സംഖ്യകളല്ല. ഒറ്റ സംഖ്യയാണെങ്കിൽ 2 ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പൊ 2 3 5 7 അഭാജ്യ സംഖ്യകളാണ്. ഇവയെല്ലാം 100ൽ താഴെയുള്ളതാണ്. ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ ഏറ്റവും അവസാനം ഏത് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും 0.
ചില കുട്ടികൾ സംശയിക്കുന്നത് എങ്ങനെയാ 0 വരുന്നത് നോക്കാം. ഇതിൽ 0 വരുന്ന നമ്പർ ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പിച്ചു. കാരണം 2 ഒഴിച്ച് ബാക്കിയെല്ലാം ഒറ്റ സംഖ്യയാണ് വരിക, അപ്പൊ അതിൽ 0 വരില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് അവസാനം 0 വന്നത്? സോ സിമ്പിൾ. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ 2ഉം ഈ 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഈ 10 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഏത് നമ്പർ കൊണ്ട് കുറിച്ചാലും അവസാനം എത്ര വരും? 0 വരും. ഒറ്റ 0 ഉണ്ടാവുള്ളൂ. ഈ നമ്പറെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനം ഒരു 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 0 വരുന്നത് എങ്ങനെയാണ്? 0 വരുന്നത് എങ്ങനെയാ? 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും? 0 ഉണ്ടാവും. 10 ഉണ്ടാവുമല്ലോ. അപ്പൊ അത് സിമ്പിൾ മനസ്സിലായല്ലോ. അപ്പൊ അതും കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് തരുന്ന, ഇങ്ങനെ ഗുണിച്ചിട്ട് നമ്പറിന്റെ ഈ രീതി വരുന്ന നമ്പറുകളുടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, പരീക്ഷയ്ക്ക് വരുന്നതാണ് 3/2019. ഇതിന് ഒന്നിന്റെ സ്ഥാനത്ത് എത്ര വരും? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം 3 into 3 into 3 into 3 into 3 into എങ്ങനെ എത്ര 3? 2019 3s എഴുതും. 2019 എണ്ണം 3 എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്നിട്ട് വിളിച്ച് കിട്ടുന്ന നമ്പർ എത്ര ആണ്? അവസാനം 0 വരില്ലല്ലോ. 3 3 മൾട്ടിപ്ലൈ 0 വരില്ല, അത് ഉറപ്പുണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന് കോമൺ ആയിട്ട് ഈ 3 ചോദ്യങ്ങൾക്കും പൊതുവായിട്ട് ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഈ നമ്പറിന്റെ അവസാനത്തെ 2 നമ്പർ എടുക്കുക. ലിസൺ, ലാസ്റ്റ് 2 നമ്പർ എടുക്കുക. 19. അപ്പൊ ഇവിടെയാണ് ചെയ്തെങ്കിൽ ലാസ്റ്റ് 2 നമ്പർ എടുക്കും, ഇവിടെയാണ് ചെയ്തെങ്കിൽ ലാസ്റ്റ് 2 നമ്പർ എടുക്കും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ 19നെ എന്ത് ചെയ്യേണ്ടത് അറിയോ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 19നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 4 16, ബാക്കി 3 കിട്ടും. ഈ 3 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്, അതായത് ശിഷ്ടാണ്. ഇവനെയാണ് നമുക്ക് ആവശ്യം ഈ പ്രോബ്ലത്തിൽ. അപ്പൊ ഇതിന്റെ ആൻസർ വരില് 3/3 ഉണ്ടല്ലോ. ഈ റേസ് ടു പവർ എന്ത് എഴുതിയാൽ മതി? ഇപ്പൊ കിട്ടിയ റിമൈൻഡർ എഴുതിയാൽ മതി. അപ്പൊ എത്ര എഴുതുക? 3 റിമൈൻഡർ ശിഷ്ടം, അതായത് 3/3 ഈക്വൽ ടു 27 വരും. അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ 7 എന്ന് പറയുന്നത് കിട്ടും. 27 അവസാനം 7 അല്ലേ വരുന്നത്. അപ്പൊ ഇതിനെ ചുരുക്കി നമ്മൾ ഇവിടം വരെ എത്തി, ഇതിന്റെ ആൻസർ എത്തി. അങ്ങനെയാണ് 4/20 എത്ര വരും? 2021. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 21നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റെപ്പ് ഓർമ്മിക്കണേ. 21 ഡിവൈഡഡ് ബൈ 4. 5 4 20, ബാക്കി 1. ഈ 1നെ നമുക്ക് ആവശ്യം, ഇതല്ലേ റിമൈൻഡർ. അപ്പൊ അതിന്റെ ആൻസർ എത്ര വരില്ലേ? 4/4 ആണല്ലോ ഇവിടെ ഉള്ളത്. റൈസ് ടു എത്ര എഴുതിയാൽ മതി? റിമൈൻഡർ 4/1. അപ്പൊ ആൻസർ എത്ര? 4. ഇതിന്റെ ആൻസർ 4. സിമ്പിൾ ആയില്ലേ? സ്റ്റെപ്പ് ഓർമ്മിക്കണേ, സ്റ്റെപ്പ് കൃത്യമായിട്ട് ഓർമ്മിക്കണം. ഇനി ഇത് നോക്ക്, 2/2024. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഞാൻ മായ്ക്കുന്നത്, ഈ സ്റ്റെപ്പ് ഞാൻ മായ്ക്കുന്നത്. ഓക്കെ, 2024. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 6 4 24, ബാക്കി എത്ര വരും? 0 വരും റിമൈൻഡർ. ശ്രദ്ധിക്കുക, ഇതാണ് ഇതിനകത്തെ ഏറ്റവും എന്താ പറയാ ഒരു പ്രത്യേക ടൈപ്പിലെ സാധനം. ഈ 2 നിയമങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസം ഇവിടെ വരും, അതൊന്ന് ശ്രദ്ധിക്കുക. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ എന്താ കൊടുക്കുക? 2 റിമൈൻഡർ അല്ലേ കൊടുക്കുക. ആ റിമൈൻഡർ ഒരിക്കലും ആരെ കൊടുക്കാൻ പാടില്ല? 0 കൊടുക്കരുത്. ആ റിമൈൻഡർ കൊടുക്കേണ്ടത് എത്രയാ? 2/4 ആണ്. അപ്പൊ 0 വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 0 അല്ല റിമൈൻഡർ, 4 ആണ് റിമൈൻഡർ എന്ന് ഓർമ്മിച്ചു വെക്കണം. 4 ആണ് റിമൈൻഡർ വരിക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2/4 എന്ന് കിട്ടും. ആ 2/4 വരുമ്പോ 16 കിട്ടും. കാരണം എന്താ? 2 2 2 2 ആണ്. എത്ര കിട്ടും? നമുക്ക് 16 കിട്ടും. 2 4 8 16 കിട്ടും. അപ്പൊ 16 ആവുമ്പോ ആൻസർ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് പറയുന്നത് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരുന്നത് എന്താണെന്നറിയോ? എന്തിനാണ് സർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാല് ഏത് നമ്പറും പവറില് 4ാമത്തെ പവർ കഴിഞ്ഞാല് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ് വരിക. അപ്പൊ അതിനെ കുറിച്ചിട്ട് വേറെ ഒരു ക്ലാസ് എന്റെ ക്ലാസ്യൂൾ എന്ന് പറഞ്ഞ ചാനലിലുണ്ട്. എങ്കിൽ ഇവിടെ ഒരു റീസൺ വേണ്ടി ഞാൻ പറയാണ് കേട്ടോ. ഇതാ 2/1 2/2 2/3 2/4 2/5 ഇങ്ങനെ വരുന്ന വിചാരിച്ചു. ഇതിന്റെ ആൻസർ 2/1 2 2 സ്ക്വയർ 4
ഇത് 8 16 അല്ലെ 2^5 32 കണ്ടോ ഈ 2 വന്നു ഇവിടെ 2 റിപ്പീറ്റ് ചെയ്തു ഒന്നിന്റെ സ്ഥാനത്തല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ 2^6 പറഞ്ഞ 64 4 ഇവിടെ വന്നു 4 ഇവിടെ വന്നു പിന്നെ അടുത്തത് അവസാനിക്കുന്നത് 8-ലായിരിക്കും അടുത്ത അവസാനിക്കുന്നത് 6-ലായിരിക്കും വീണ്ടും തീർത്തത് 2-ലായിരിക്കും ഓക്കെ അപ്പൊ 4 എണ്ണം കഴിയുമ്പോഴാണ് 4 എന്നുള്ള പവർ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് എല്ലാ നമ്പറും 4-ലല്ല കേട്ടോ എല്ലാ നമ്പറും 4-ലല്ല നോക്ക് 4^1 4 സ്ക്വയർ 16 4 ക്യൂബ് 64 കണ്ടോ ചില നമ്പറുകള് 2 എണ്ണം കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഓക്കെ പക്ഷെ എല്ലാ നമ്പറും കോമൺ ആയിട്ട് പറയാൻ പറ്റും 4 എണ്ണം കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞിട്ട് മാറുന്നതുകൊണ്ട് തീർത്തും മാറാത്ത നമ്പർ ഉണ്ട് നോക്ക് 5^1 5 സ്ക്വയർ 25 5 ക്യൂബ് 125 നോക്കിയാൽ 5ന്റെ ഏറ്റവും അവസാനം എപ്പോഴും 5 വരികയും ചെയ്യുള്ളൂ അമ്മ അങ്ങനെ പലതരത്തിലുണ്ട് ആ ഒരേ നമ്പർ വരുന്നതുണ്ട് 2 നമ്പർ കഴിയുമ്പോൾ മാറുന്നതുണ്ട് പക്ഷെ എല്ലാ നമ്പറുകളും 4 കഴിഞ്ഞിട്ട് മാറും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് അറിയാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പവർ എഴുതുന്നത് എത്ര പറയും ഇവിടെ എവിടെയെങ്കിലും 2:0 നമ്മൾ എഴുതിയിട്ടുണ്ടോ ഇല്ല 2:1 2:2 2:3 2:4 ഇങ്ങനെയല്ലേ പവർ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ 0 കിട്ടുമ്പോൾ എന്ത് കൊടുക്കുന്നത് 4 എന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് 1 ഓ 2 ഓ 3 ഓ റിമൈൻഡർ ശിഷ്ടം കിട്ടിയാൽ നമ്മൾ അതന്നെ കൊടുക്കും പക്ഷെ 0 കിട്ടിക്കഴിഞ്ഞാൽ ആരെ കൊടുക്കണം 4 കൊടുക്കണം 4-അല്ലെങ്കിൽ 4 ഉണ്ടാവില്ല ഓക്കെ അതാണ് അതിന്റെ ഐഡിയ ഈ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇതൊന്ന് സ്റ്റെപ്പ് കൃത്യമായിട്ടൊന്ന് പഠിക്കുക ഓക്കെ ഇനി ഈ ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞ് നമ്മൾ ക്ലാസ് ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ് നോക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കൂട്ടിയാല് എത്ര വരുന്നില്ല ഇപ്പം പറഞ്ഞതൊക്കെ എത്രയാ ഇപ്പം പറഞ്ഞതൊക്കെ ഒരു നമ്പറിനാണ് അല്ലെ ഒരു നമ്പറിന്റെ പവർ ആവുന്നത് ഇത് ഒരുപാട് നമ്പറുകൾക്ക് പവർ ഉണ്ട് അപ്പൊ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇതും കൂടെ മനസ്സിലാക്കിയാൽ നോക്കിക്കോ സിമ്പിൾ ആയി ഞാൻ ചെയ്യാം 9^1 എന്ന് പറഞ്ഞാൽ 9 ആണല്ലോ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണല്ലോ 9 ക്യൂബ് 729 ആണ് ഈ 9ന്റെ പ്രത്യേകത 2 എണ്ണം കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും നോക്കി ഇവിടെ 9 വന്നു വീണ്ടും ഇവിടെ 9 വന്നു അടുത്തതിന്റെ അവസാനം എത്ര വരും അറിയോ 1 വരും വീണ്ടും 9 വരും അങ്ങനെയാണ് പോവുക അപ്പൊ നോക്കിക്കോ ഇത് രണ്ടും കൂട്ടിയാല് ശ്രദ്ധിക്കണം ഇത് രണ്ടും കൂട്ടിയാല് 1ന്റെ സ്ഥാനത്ത് 0 വരിക നോക്ക് 981 കൂട്ടിയാൽ 90 വരിക അവസാനം എത്ര വരും 0 വരും ഇത് രണ്ടും കൂട്ടിയാൽ അവസാനം 0 വരും അവസാനം ഓക്കെ ഇത് രണ്ടെണ്ണത്തിന് കൂട്ടിയാലും അവസാനം എത്ര കിട്ടും 0 തന്നെ കിട്ടും അങ്ങനെ അടുത്തടുത്തത് 2 എണ്ണം കൂട്ടുമ്പോ എപ്പോഴും 0 കിട്ടും അങ്ങനെയാണ് ഇതെല്ലാം കൂട്ടുമ്പോ എത്ര വരും എന്നുള്ളതാണ് 0 വരുമോ 9 വരുമോ അതാണ് ചോദ്യം ഓക്കെ നമുക്ക് നോക്കാം 1ഉം 2ഉം കൂട്ടുമ്പോഴല്ലേ 0 വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിന് മുമ്പിൽ 98 ഉണ്ടാവില്ലേ അതിന് തൊട്ട് മുമ്പിൽ 97 ഉണ്ടാവില്ലേ നോക്ക് ഈ 97ഉം 98ഉം കൂട്ടുമ്പോഴും 0 കിട്ടൂലേ നോക്ക് 1ഉം 2ഉം കൂട്ടുമ്പോഴേ ഇരട്ട കൂട്ടുമ്പോഴല്ലേ ഇതിന്റെ പേര് ഇരട്ട നമ്പർ വരുമ്പോഴല്ലേ 0 വരുന്നത് ഇതിന്റെ പേര് ഇരട്ട നമ്പർ വരും അപ്പൊ ഇതിന്റെ പേര് ഇരട്ട നമ്പർ വരുമ്പോ 0 വരും അപ്പൊ അവസാനം ആര് മാത്രം ബാക്കിയാവും 9:99 മാത്രം ബാക്കിയാവും അപ്പൊ മനസ്സിലായില്ലേ ഇത് രണ്ടും കൂട്ടിയാൽ 0 ആയി ഈ 2 എണ്ണം കൂട്ടുമ്പോഴും എത്ര കിട്ടും അവസാനം 0 കിട്ടും ഇത് കൂട്ടുമ്പോഴും അവസാനം എത്ര കിട്ടും 0 കിട്ടും ഓക്കെ അപ്പോഴ് അവസാനം 9:99 വരും 9:99 എന്ന് പറഞ്ഞ അതിന്റെ അവസാനം എത്രയായിരിക്കും അവസാനം ഫസ്റ്റ് നമ്പർ ആയിരിക്കും വരിക ഏറ്റവും വൺസ് പ്ലേസിൽ 1ന്റെ സ്ഥാനത്ത് വരുന്നത് എത്രയായിരിക്കും 9 ആയിരിക്കും വരിക അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും 1ന്റെ സ്ഥാനത്തിൽ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും 9 എന്ന് പറയുന്നത് കിട്ടും ഓക്കെ ഇത് എക്സ്പ്ലനേഷൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റീപ്ലൈ ചെയ്തിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ ഈ നമ്പറിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എഴുതി നോക്കുക 0 കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത 2 എണ്ണം കൂട്ടിയാൽ 0 ആയിരിക്കും നോ ഡൗട്ട് ഓക്കെ ഇതിലത്തെ പവറുകൾക്ക് ഏത് നമ്പറിനായാലും ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂട്ടിയിട്ടാണ് 0 കിട്ടുന്നതെങ്കിൽ അടുത്ത 1ന്റെ വിട്ട നമ്പറിൽ കൂട്ടിയാൽ 0 കിട്ടും ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ ഇപ്പൊ നോക്കാം 7:1 7:3 കൂട്ടിയാൽ 7:1 7ആണ്
7:3 പറഞ്ഞാൽ 343 നോക്കിയേ, ഇത് രണ്ടും കൂട്ടിയാൽ 0. അപ്പൊ 7:1 7:3 കൂട്ടിയാൽ അവസാനം 0. 7 3 10 അല്ലേ, 0 വരുന്നുണ്ടെങ്കിൽ അടുത്തത് 7:5 7:7 കൂട്ടിയാൽ അവസാനം എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ കോമൺ ആയിട്ട് പറയേണ്ടത് ഒന്നാമത്തെയും രണ്ടാമത്തെയും നോക്കിയിട്ട് 0 കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടുകളെല്ലാം 0 ആയിരിക്കും. അപ്പൊ അവസാനം വരുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് നമ്പർ. ഇനി അവസാനം ഒരു നമ്പർ ഇല്ല, ഈ നമ്പർ അവസാനിക്കുന്ന 998 വിചാരിച്ചോ, അപ്പൊ ഇതിന്റെ ആൻസർ 0 ആയിരിക്കും. കാരണം എല്ലാം 0-ൽ അവസാനിക്കും. അതിന് മനസ്സിലായല്ലോ? ഓക്കെ, ഇത് നോക്ക്, ഈ നമ്പർ നോക്കിയാൽ 2:1 2 2:4 4 2 4 കൂടെ 0 കിട്ടുന്നുണ്ടോ? ഇല്ല. 2:3 8 നോക്കിയേ, 2 4 6 8 14 അപ്പോഴും 0 ഇല്ല. 2:4 16 നോക്ക്, 16 8 24 4 28 2 30 നമുക്ക് എത്ര കിട്ടി? 30 0 കിട്ടി. അതായത് 4 നമ്പർ കൂട്ടുമ്പോ 0 കിട്ടി. 4 നമ്പർ കൂട്ടുമ്പോ 0 കിട്ടി. അപ്പൊ അടുത്ത 4 നമ്പർ കൂട്ടുമ്പോ 0 കിട്ടും. അങ്ങനെ എത്ര നമ്പറുകളായില്ലേ? 2:32 വരെ, 32 വരെയുണ്ട്. അപ്പൊ 32 വരെ ഉണ്ടാകുമ്പോൾ പ്രത്യേകത എന്താ? 32 എണ്ണം ഉണ്ടാവുമ്പോ 4 എണ്ണം കൂട്ടിയാ 0. അപ്പൊ 4 എണ്ണൂല് 8 സെറ്റ് ഉണ്ടാവൂലേ? 8 സെറ്റ് ഉണ്ടാവൂലേ? ഒന്നും ഒരു ബാലൻസ് വരില്ലല്ലോ, ഇല്ല. അപ്പൊ എല്ലാ 0, ഓരോ 4ലും 0 കിട്ടും. അപ്പൊ 8 പൂജ്യങ്ങളിൽ ലാസ്റ്റ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 1ന്റെ സ്ഥാനത്ത് എത്ര കിട്ടും? 1's പ്ലേസിൽ എത്ര കിട്ടും? 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകത ഓരോ നമ്പറും താഴെ എഴുതി 0 വരുന്നവരെ എഴുതുക. എന്നിട്ട് അത്ര സെറ്റുകളെ ഇതിനാക്കിയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ചെയ്യാം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അതിന്റെ മറുപടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് പുതിയ ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.